ഒരു പൊതുവേദിയിൽ പൊട്ടിത്തെറിക്കുന്ന ഒരു ഇസ്ലാം മതവിശ്വാസിയായ ഒരു പെൺകുട്ടി. ഈ പെൺകുട്ടിയുടെ ചോദ്യങ്ങൾ ന്യായമാണോ? നമുക്കൊന്ന് പരിശോധിക്കാം. ഞാൻ നിസ്കരിക്കാറുണ്ട്, ഓതും. അപ്പം ഇവരെന്ന് പറയുന്ന വിശ്വാസം എന്ന് പറഞ്ഞ മതം എന്ന് പറഞ്ഞ സ്ത്രീകൾ മാത്രം അടിച്ചമർത്താനുള്ള ഒരു ഐക്കണായിട്ട് അവർ കണ്ടേക്കുവാണ്. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, ഒരിക്കലും ഈ തലമറിക്കുന്ന കാര്യം എനിക്ക് ഹിജാബ് ഇടാൻ ഒട്ടും താല്പര്യമില്ലാത്ത ഒരാളാണ്. ഈ പെൺകുട്ടി നിക്കാബും ധരിച്ചിട്ടില്ല, പർദ്ദയും ധരിച്ചിട്ടില്ല. എന്നിട്ട് ഈ പെൺകുട്ടി പറയുന്നു, നിക്കാബും പർദ്ദയും മതം എന്ന് പേര് പറഞ്ഞുകൊണ്ട് ഞങ്ങളെ അടിച്ചേൽപ്പിക്കുന്നു, അതിനോട് ഞങ്ങൾക്ക് താല്പര്യമില്ല. ഈ പെൺകുട്ടിക്ക് താല്പര്യമില്ല എന്നുള്ള കാര്യം ഈ പെൺകുട്ടിയെ കണ്ടാൽ തന്നെ അറിയാം. കാരണം ഈ പെൺകുട്ടി നിക്കാബും ധരിച്ചിട്ടില്ല, പർദ്ദയും ധരിച്ചിട്ടില്ല. പിന്നെന്തിനാ മോളെ നിന്റെ ഈ ഷോ? ഇസ്ലാം മതത്തെ പറയിപ്പിക്കാനോ ആണോ? ഇസ്ലാം മതവിശ്വാസികളായ മാതാപിതാക്കളുടെ വളർത്തു ദോഷം ഇതുപോലെയുള്ള പീക്കിരി പെണ്ണുങ്ങൾ പെരുവഴിയിൽ പെരുമഴ പോലെ ഛർദ്ദിക്കുന്നു. ഈ പെൺകുട്ടി നിക്കാബും ധരിച്ചിട്ടില്ല, പർദ്ദയും ധരിച്ചിട്ടില്ല. എന്നിട്ടും ഈ പെൺകുട്ടിയുടെ വാചകമടി കൊള്ളാം മോളെ, കൊള്ളാം. 1500 വർഷങ്ങൾക്ക് മുമ്പ് നിന്നെ പോലെയുള്ള പെൺകുട്ടികൾ വെറും ഭോഗവസ്തുക്കൾ മാത്രമായിരുന്നു. അറിയുമോ തനിക്ക്? ആ പെൺകുട്ടികൾ തെരുവിൽ കിടന്ന് ചിലക്കാതെ തന്നെ അവരുടെ വായിൽ മലം കുത്തിക്കയറ്റുമായിരുന്നു. അങ്ങനെ ഒരു കാലഘട്ടത്തെ പറ്റി ഓർമ്മയുണ്ടോ മോൾക്ക്? പിന്നീട് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വരവോടുകൂടി നിന്റെ മുൻഗാമികളായ സ്ത്രീകൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം ലഭിച്ചു. അവരെ പൊന്നുപോലെ നോക്കുവാൻ ഇസ്ലാമിലെ ആണുങ്ങൾക്ക് നിർദ്ദേശം നൽകി. അറിയുമോ നിനക്ക്? ഇത്രയും സ്വാതന്ത്ര്യത്തിന് അർഹയായ നീ ഇപ്പോൾ പറയുന്നു സ്വാതന്ത്ര്യമില്ല എന്ന്. അടിപൊളി മോളെ. ഇസ്ലാമിൽ നിക്കാബും ഹിജാബും നിന്റെ സുരക്ഷിതത്തിന് വേണ്ടി മാത്രമാണ് അത് ധരിക്കുവാൻ പറയുന്നത്, അല്ലാതെ നീ അത് ഇട്ടുകൊണ്ട് വീർപ്പ് മുട്ടുവാനല്ല. ഇസ്ലാമിൽ ഹിജാബും നിക്കാബും അത് നിന്റെ സുരക്ഷിതത്തിന് വേണ്ടി മാത്രമാണ് അത് ധരിക്കുവാൻ പറയുന്നത്, അല്ലാതെ നീ അതിൽ കടന്ന് വീർപ്പ് മുട്ടുവാനല്ല. കാരണം സ്ത്രീകളെ, നിങ്ങളുടെ ശരീരം നിങ്ങൾ സുരക്ഷിതമായി മൂടിവെച്ചില്ലെങ്കിൽ അവിടെ കാമത്തിന്റെ കണ്ണുകൾ പറന്നെത്തും. അതിലൂടെ നിനക്ക് സംഭവിക്കാൻ പോകുന്ന വൻ വിപത്തുകൾ ഇല്ലാതാക്കുവാൻ വേണ്ടി മാത്രമാണ് പ്രവാചകൻ മുഹമ്മദ് നബി നിക്കാബും ഹിജാബും പെണ്ണുങ്ങൾ നിർബന്ധമായി ധരിക്കണമെന്ന് പറഞ്ഞത്. ഇതെല്ലാം വല്ല പുടിയുണ്ട മോൾക്ക്? കാണത്തില്ല. കാരണം ഇതെല്ലാം പറഞ്ഞു തരാൻ നല്ലവരായ ഇസ്ലാം മതവിശ്വാസികൾക്ക് ജനിക്കണം. എന്നാൽ മാത്രമേ ഇത് അറിയുകയുള്ളൂ. എന്നാൽ മാത്രമേ തനിക്കെല്ലാം ബോധം വരികയുള്ളൂ. നിക്കാബും ഹിജാബും പർദ്ദയും ധരിക്കാത്ത എത്ര സ്ത്രീകളാണ് നമ്മുടെ നാട്ടിൽ തെരുവിൽ ക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെട്ട് നായക്കളെ പോലെ മരണം വരിക്കുന്നത്? അറിയുമോ നിനക്ക്? എങ്കിൽ പത്രക്കെട്ടുകൾ എടുത്ത് പരിശോധിക്കൂ, അറിയാം. നിക്കാബും ഹിജാബും പർദ്ദയും ധരിക്കാൻ നിന്നെ ആരും നിർബന്ധിക്കുന്നില്ല. യുവർ ചോയ്സ്. നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ധരിക്കുക, അല്ലെങ്കിൽ ധരിക്കണ്ട. നീ ഇപ്പോൾ ധരിച്ചുകൊണ്ടാണ് വന്നിരിക്കുന്നത്. ഇതുപോലെ തന്നെ നടക്ക്. ആരും നിന്നെ ചോദ്യം ചെയ്യാൻ വരില്ല. നിന്റെ സുരക്ഷ നിനക്ക് വേണമെങ്കിൽ നിനക്ക് ധരിക്കാം, അല്ലെങ്കിൽ യുവർ ചോയ്സ്. കടുത്ത ഇസ്ലാമിക വിശ്വാസികളായ ഒരുപാട് സ്ത്രീകളുണ്ട് നമുക്ക് ചുറ്റും, നമ്മുടെ നാട്ടിലും. അവരുടെ മുമ്പിലെങ്ങാനും നീ ഇതുപോലെ ഉറക്കെ ശബ്ദിച്ചാൽ നിന്റെ മുഖത്തവർ കാർക്കിച്ചു തുപ്പും. അവർക്ക് സുരക്ഷിതത്വം വേണം. അതിനുവേണ്ടി അവർ നിക്കാബും ഹിജാബും പർദ്ദയും എല്ലാം ധരിക്കും. അത് വേണ്ടാത്ത നിനക്ക് എന്ത് ധരിക്കണമെന്ന് നിനക്ക് തീരുമാനിക്കാം. നിക്കാബും ഹിജാബും പർദ്ദയുടെ ഗുണമെന്ന് പറയട്ടെ. നമ്മുടെ നാട്ടിൽ നിക്കാബും ഹിജാബും പർദ്ദയും ധരിച്ച എത്ര പേർ ക്രൂരമായി ബലാത്സംഗത്തിന് ഇരയായി മരിച്ചിട്ടുണ്ട്? ഒന്നുമില്ല, വെറും 0%. നിക്കാബും ഹിജാബും പർദ്ദയും ധരിക്കാത്ത ഒരുപാട് പേർ ക്രൂരമായി ബലാത്സംഗത്തിന് ഇരയായി മരണം വരിച്ചിട്ടുണ്ട്. നിക്കാബും പർദ്ദയും ഹിജാബൊന്നും നിനക്ക് വേണ്ട. നീ സ്വതന്ത്രമായി നടന്നോ. പക്ഷേ കറുത്തിരുണ്ട ഇരുട്ടിന്റെ മറവിൽ കാമാർത്ഥമായ കഴുകൻ കണ്ണുകൾ നിന്നെ വലയം വെക്കുന്നുണ്ടോ എന്ന് നീ ചുറ്റും ഒന്ന് നോക്കുന്നത് നല്ലതായിരിക്കും. നിന്റെ ഗുണത്തിനായിരിക്കും. കാരണം നിനക്ക് സ്വാതന്ത്ര്യം വേണം, വേണ്ടേ? ഓക്കെ.